ഫൈറ്റ് ഉണ്ട്. അയ്യോ എനിക്ക് ഭയങ്കര പേടിപ്പിക്കൂ. ചെറുതായിട്ടൊരു വയലൻസ്, ആ വയലൻസ് ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് നമുക്കൊരു പേടി വരും. ഫസ്റ്റ് ഹാഫ് നല്ല വയലൻസ്. ഫാമിലിക്കൊക്കെ വർക്കൗട്ട് ആവും. ഫാമിലിക്ക് വർക്കൗട്ട് ആകും, എന്നാലും എല്ലാവരും ലേഡീസിനൊക്കെ ഈ വയലൻസ് ഉള്ളത് കൊണ്ട് അടിപൊളി ഡയറക്ഷൻ. ആർട്ടിസ്റ്റുകൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ നല്ലതാണ്, സിനിമാറ്റോഗ്രാഫി നല്ലതാണ്, എഡിറ്റിങ് എല്ലാം ഓവറോൾ നല്ല പടം. കാലഘട്ടത്തിന് പറ്റിയ അഭിനയൊക്കെ ഉണ്ട് എല്ലാവരുടെയും. നല്ല ആകാശൊക്കെയാണ് പുതിയ ആളായിട്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഷാജി ശ്രീധർ അദ്ദേഹം ഏത് റോളും കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നും ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. നന്നായിരുന്നു. വയലൻസ് ഒക്കെ എത്രമാത്രം ഉണ്ടായിരുന്നു? ഫാമിലിക്കായി ഒരു അപ്പൻ്റെയും മകളുടെയും സ്നേഹമുണ്ട്. അതോടൊപ്പം സൈബറിൻ്റെ ഇൻഫർമേഷൻ ഉണ്ട്, ഡാർക്ക് വെബിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഉണ്ട്. സാധാരണ ജനങ്ങൾക്കും അതുപോലെ തന്നെ ഇച്ചിരി നന്നായിട്ട് IT ഒക്കെ അറിയാവുന്നവർക്കാണ് നന്നായിട്ട് മനസ്സിലാകുന്ന നല്ല നന്നായിരിക്കും. ഡോൺ മാക്സിൻ്റെ കഴിവ് നന്നായിട്ട് ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. മനോഹരമായി അറിയില്ല. അപ്പം അങ്ങനൊരു ഇത് എന്താണ്, ഇപ്പം നമ്മൾ പാരൻസിന് നല്ല രീതിയിൽ കുട്ടികളെ മോൾഡ് ചെയ്യണമെന്ന് പറയും, അധ്യാപകർ പറഞ്ഞു കൊടുക്കണമെന്ന് പറയും. പക്ഷെ അതൊന്നും അല്ലാണ്ട് പുറത്തൊരു അപകടം ഉണ്ട് ഇന്ന് ആളുകൾക്ക് മനസ്സിലാവും. ആ ഒരു ആംഗിൾ എങ്ങനെ പടം ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടം. വയലൻസ് ഉണ്ട്. ഈ പിള്ളേർ വയലൻസ് ഒക്കെ ആസ്വദിക്കുന്ന മാർക്കോടൊക്കെ എല്ലാവരും പെർഫോമൻസ് ഒക്കെ ഉണ്ട്. എല്ലാം പെർഫോമൻസ്. ഞാനിങ്ങനത്തെ ആദ്യമായിട്ട് കാണുവാണ് ഇങ്ങനെ ഇതിൽ. അപ്പം എനിക്ക് ഡാർക്ക് വെബ് കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയാം. സിനിമ കണ്ടപ്പോൾ തിയേറ്റർ കണ്ടിരിക്കേണ്ട പടമാണെന്ന് തോന്നുന്നു. അങ്ങനെയല്ല, ഈ ഡാർക്ക് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുട്ടികളുടെ കൂടെ കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന കേസസൊക്കെ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഡാർക്ക് വെബ് എന്താണ് എനിക്കൊന്നും അറിയണമായിരുന്നു. ഡാർക്ക് വെബ് എന്ത് വയലൻസ് അത്യാവശ്യം വയലൻസ് ഉണ്ട്. അതിൽ പറയണോ ആരെങ്കിലും കയറി കണ്ടാൽ നല്ലതായിരിക്കും. വെറുതെ ഒരു വീര്യം ഫൈറ്റ് ഒക്കെ ഇവരാണ് എല്ലാ കാര്യങ്ങളും, എല്ലാ ടെക്നിക്കൽ സൈഡ് സൂപ്പർലി ഇട്ടാണ്. ആൻഡ് ആക്ടേഴ്സ് ഓൾസോ സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? ഫൈറ്റ് ഇഷ്ടപ്പെട്ടോ? നായകൻ പുതുമുഖ നായകനല്ലേ? നായകൻ്റെ പുതുമുഖമാണെന്ന് നമുക്ക് സ്ക്രീനിൽ കണ്ടാൽ ഭയങ്കര സ്മാലുണ്ടായിരുന്നു. പുള്ളിയുടെ ഫൈറ്റ് ആണെങ്കിലും മീൻസ് ഡയലോഗ് ഡെലിവറി ആണെങ്കിലും അടിപൊളിയായിരുന്നു. അതിൻ്റെ ഷാജേട്ടൻ പറയണ്ട, പുള്ളിക്കാരൻ പിന്നെ പൊളിച്ചടിക്ക്. എന്താണ് പറയാനുള്ളത്? നിങ്ങളെല്ലാവരും മൊത്തം സിനിമ ഫൈറ്റ് കിടില്ല എന്നാ പറയുന്നത്. വയലൻസ് ഒക്കെ എത്രത്തോളം പടത്തില്? വയലൻസ് സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന വയലൻസാണ്. ഫിലിം കാണുമ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫിനകത്ത് അതിനെല്ലാം ഒരു പ്ലാനിങ്ങാണ്. ആക്ച്വലി ഫാമിലി ഓഡിയൻസ് ആണ് നമ്മുടെ കൂടുതലും കണ്ടത്. എല്ലാവർക്കും ഇതിനൊരു ഐഡിയ നമ്മുടെ ചേട്ടാ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും പടങ്ങാണ് ചേട്ടാ എങ്ങനെയുണ്ടോ ഇങ്ങനെ സബ്ജക്ട് കേട്ടത്? ഇത്ര വയലൻസ് ഉള്ള പടം എങ്ങനെയുണ്ടായിരുന്നു? ഫാമിലിക്ക് കാണാൻ പറ്റുമോ? ഇതാണ് പടത്തിൻ്റെ ക്യാമറ. ശരിക്കും പറഞ്ഞൊരു ഫാമിലിക്കും കൂടെ കാണുമ്പോൾ ഇമോഷൻ, ഫാമിലി ഇമോഷനൊക്കെ ഉള്ള ഒരു പടമാണ്. ആരും ഇത് വയലൻസ് മാത്രമായിട്ട് കാണരുത്. വയലൻസ് മാത്രമല്ല, ഫാമിലിക്ക് കാണാറുണ്ട്. നമുക്ക് കാണാൻ എന്താ അഭിപ്രായം? പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഒരുപാട് സന്തോഷം, വെരി ഇമോഷണൽ. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, തിയേറ്ററിൽ തന്നെ പടം എക്സ്പീരിയൻസ് ചെയ്യുക. എനിക്കൊരിക്കലും നിരാശ ഉണ്ടാവില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും.
പിന്നെ വയലൻസ് മാത്രമല്ല ഫാമിലി ഇമോഷൻസ് എല്ലാം ഉണ്ട് ഇല്ല അതെല്ലാവരും ഇവിടെ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും എന്തായാലും വളരെ ഞാൻ അവരോട് ചോദിച്ചു ആദ്യം കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. എല്ലാവരും എന്തായാലും തിയേറ്ററിൽ വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ വളരെ നല്ല അഭിപ്രായമാണ്. അപ്പോൾ നമുക്കങ്ങനെ ഒരു മോശം പറയാനായിട്ട് ഒരു സൈഡും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. സാധാരണ മോശം ഉണ്ടെങ്കിൽ അത് മോശം ഉണ്ടെന്ന് പൊതുവെ പറയാറുണ്ട്. ഒന്നും പറയാനില്ല. ഇല്ല, അങ്ങനെ എനിക്കിതിലിപ്പം മോശം എന്ന് പറയാൻ പറ്റിയൊരു സംഭവമില്ല. ഓരോരുത്തരുടെയും ക്യാരക്ടർ അവർ എല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിച്ചു. അതെല്ലാം ടെക്നിക്കൽ സൈഡും വളരെ നന്നായിരുന്നു. പടം ആണ് ഒരു ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് കൺസെപ്റ്റാണ്. എൻ്റെ പേര് വേറൊരു പരിപാടികൾ നമുക്ക് ചെയ്തേക്കണേ. എല്ലാവരും പടം തന്നെ തിയേറ്ററിൽ പോയി കാണാം. ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. സിനിമ കണ്ടിട്ടില്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യാത്ത വിഷ്വൽസും എഫക്ട്സും അതുപോലെ പുതിയ താരങ്ങളുടെ ആകാശത്തിൻ്റെ പ്രകടനമാണെങ്കിലും അതൊരു പുതിയൊരു ആക്ഷൻ ഹീറോനെ കിട്ടിയ ഒരു ഫീലാണ് എനിക്ക് പടം. ഒരു എക്സ്പീരിയൻസ് ചെയ്യണം, തിയേറ്ററിൽ പോയി തന്നെ കാണാൻ.